കഴിഞ്ഞ ദിവസം നമ്മൾ മാടപ്രാവ് എന്ന പാഠം പഠിച്ചല്ലേ? ഒരു പോയമല്ലായിരുന്നോ? പ്രാവിനെക്കുറിച്ചുള്ള ഒരു പോയമായിരുന്നു നമ്മൾ പഠിച്ചത്. ഇതെന്തായിരുന്നു പറഞ്ഞത്? തത്തിക്കളിച്ചും വരുന്നെല്ല് കൊത്തിക്കുറിച്ചും ചിറകിട്ടടിച്ചും പാടത്തിരിക്കുന്ന എൻ്റെ മനസ്സ് കവർന്ന പ്രാവേ എൻ്റെ അടുത്തേക്ക് വരിക. നിൻ്റെ മനസ്സിൽ വിശുദ്ധി മാത്രമേ ഉള്ളൂ, നന്മ മാത്രമേ ഉള്ളൂ, യാതൊരു ചീത്ത ചിന്തകളും നിൻ്റെ മനസ്സിലില്ല. അതുപോലെ തന്നെ നല്ല പട്ടുപോലെയാണ് നിൻ്റെ ശരീരം. ഇതെല്ലാം ഞങ്ങൾ കൊച്ചുകിടാങ്ങൾ, ഞങ്ങളായ കൊച്ചു കുട്ടികൾ ഇതെല്ലാം കൊതിക്കുന്നതാണ്. അതല്ല നമ്മൾ പഠിച്ചത്. ഇനി ഒരു സ്റ്റാൻസറുണ്ട്, നോക്കിയേ. അടുത്ത മാവിൽ ചെറു കൂട് കെട്ടി കുടുംബ സൗഖ്യത്തോട് പാർപ്പതില്ലേ, കിടാങ്ങളില്ലേ ചെറു പാഠശാല ചെടിപ്പടർപ്പോ ഗുരുവാര് ചൊല്ലുക. അടുത്ത് നിൽക്കുന്ന മാവിൽ ചെറിയ കൂട് കെട്ടിയിട്ട് കുടുംബ സൗഖ്യത്തോട് പാർപ്പതില്ലേ, കുടുംബസുഖത്തോടെ. കുടുംബം എന്ന് പറഞ്ഞാൽ ആരാണ്? അച്ഛന്, അമ്മ, മക്കൾ അല്ലേ? അല്ലെങ്കിൽ അപ്പൂപ്പനെ, അമ്മൂമ്മ, ഇവരെല്ലാം കൂടെ കൂടുന്നതല്ലേ കുടുംബം. അപ്പോൾ അടുത്ത മാവിലെ ചെറിയ കൂട് കെട്ടിയിട്ട് നിങ്ങളെല്ലാവരും കുടുംബത്തോടെ അവിടെ താമസിക്കുന്നുണ്ടോ? കിടാങ്ങളില്ലേ, നിങ്ങൾക്ക് കുട്ടികളുണ്ടോ? പ്രാവിനോട് കുട്ടി ചോദിക്കുന്നതാണ്. അടുത്ത മാവിൽ കൂട് കൂട്ടിയിട്ട് നിങ്ങൾ കുടുംബത്തോടെ അവിടെയാണ് താമസിക്കുന്നത്. കിടാങ്ങളില്ലേ, നിങ്ങളുടെ കൂട്ടിൽ കുട്ടികളുണ്ടോ? ചെറു പാഠശാല, അവരുടെ പാഠശാല എന്ന് പറഞ്ഞാൽ എന്താണ്? സ്കൂള്. അവരുടെ സ്കൂള്, ഈ പ്രാവ് കുഞ്ഞുങ്ങളുടെ സ്കൂള് ചെടിപ്പടർപ്പാണോ? എപ്പോഴും പ്രാവൊക്കെ ചെടിയിലൊക്കെ പോയിരിക്കത്തില്ലേ? അപ്പോൾ നിങ്ങളുടെ സ്കൂള് ചെടിപ്പടർപ്പാണോ, ചെടികളാണോ? ഗുരു ആര് ചൊല്ലുക, നിങ്ങളുടെ ഗുരു എന്ന് പറഞ്ഞാൽ ആരാണ്? ടീച്ചേഴ്സ് അല്ലെങ്കിൽ അധ്യാപകർ. നിങ്ങളുടെ അധ്യാപകർ ആരാണെന്ന് പറയൂ. അപ്പോൾ ഒരു കുട്ടി പ്രാവിനോട് ചോദിക്കുന്ന കാര്യങ്ങളാണിതെല്ലാം. തത്തിക്കളിച്ചും നെല്ല് കുത്തിക്കുറിച്ചും ചിറകിട്ടടിച്ചും പാടത്തിരിക്കുന്ന പ്രാവേ എൻ്റെ അടുത്തേക്ക് വരിക. നിൻ്റെ മനസ്സിൽ വിശുദ്ധി മാത്രമേ ഉള്ളൂ, നല്ല ചിന്തകൾ മാത്രമേ ഉള്ളൂ, യാതൊരു ചീത്ത ചിന്തകളും നിൻ്റെ മനസ്സിലില്ല. അതുപോലെ തന്നെ പട്ടുപോലെയാണ് നിൻ്റെ ശരീരം. ഇതൊക്കെ കൊച്ചു കുട്ടികളായ ഞങ്ങൾക്ക് വളരെ ഇഷ്ടമാണ്, ഞങ്ങൾ കൊതിക്കുന്ന കാര്യമാണ്. പിന്നെ അടുത്ത മാവിൽ കൂട് കെട്ടിയിട്ട് നിങ്ങൾ അവിടെയാണോ താമസിക്കുന്നത്? നിങ്ങളുടെ കൂട്ടിൽ കിടാങ്ങളുണ്ടോ, കുട്ടികളുണ്ടോ? നിങ്ങളുടെ സ്കൂള് എന്താണ്? ചെടിപ്പടർപ്പാണോ? പിന്നെ നിങ്ങളുടെ ഗുരു ആരാണെന്ന് പറയാമോ എന്നാണ് കുട്ടി പ്രാവിനോട് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇത് വായിക്കണം. വായിച്ചിട്ട് ഓഡിയോ ഇട്ട് തരണമെന്ന് ഞാൻ പറയുന്നതാണ്. ഇപ്പോൾ ആരും ഓഡിയോ ഇട്ട് തരുന്നില്ല, ഒന്നും ഇട്ട് തരുന്നില്ല. അപ്പോൾ ഇന്ന് വായിച്ചിട്ട് എൻ്റെ ഓഡിയോ ഇട്ട് തരിക. നമുക്കിൻ്റെ നോട്ട്സ് അടുത്ത ക്ലാസ്സിൽ എഴുതാം. ഓക്കെ.